ഹലോ മക്കളെ, അപ്പോൾ എല്ലാവർക്കും മെച്ചപ്പെട്ട പുതിയ ഒരു വീഡിയോ സെഷനിലേക്ക് സ്വാഗതം. കെമിസ്ട്രി എങ്ങനെയാണ് പഠിക്കേണ്ടത് ഈ ഓരോ വിഷയത്തിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. പല കുട്ടികളും നമ്മളോട് പറയാറുണ്ട്, സാർ കെമിസ്ട്രി എങ്ങനെയാണ് പഠിക്കേണ്ടത്, കെമിസ്ട്രി ഓർത്തെടുക്കാൻ കഴിയുന്നില്ല, ഇനി ഓർത്തെടുത്താലോ അത് കൃത്യമായിട്ട് എഴുതാൻ കഴിയുന്നില്ല. എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമായിട്ടാണ് ഞാനിത് വന്നിരിക്കുന്നത്. ഇതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും കെമിസ്ട്രി എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ള വിഷയത്തിലേക്ക് സ്വാഗതം. അതിന് മക്കളെ, ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത് തന്നെയാണ്. ഏതാണ്? സ്റ്റാർട്ട് ബൈ അണ്ടർസ്റ്റാൻഡിങ് ദ ബേസിക്സ്. അല്ലെ, കൃത്യമായിട്ട് ബേസിക്സ് അറിയുന്നുണ്ടോ എന്ന് നിങ്ങൾ സ്വയം ചോദിക്കുക എന്നുള്ളതാണ്. അല്ലെ, ഇപ്പൊ പുതിയ ചാപ്റ്റർ ഒക്കെ തുടങ്ങുന്ന സമയത്ത്, പുതിയ ഒരു അധ്യായം തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക? ആ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മുൻപേ ഞാൻ പഠിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾ സ്വയം ഒന്ന് ചോദിക്കുക. അല്ല സാർ, ഇനി അറിഞ്ഞില്ലെങ്കിലോ? അറിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രയാണ്: പഴയ ടെക്സ്റ്റ് ബുക്കുകൾ നിങ്ങൾ നോക്കേണ്ടി വരും. ടെക്സ്റ്റ് ബുക്കുകളിലൂടെ കണ്ണോടിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ടീച്ചേഴ്സിനോട് ചോദിക്കാം. ഇനി അതുമല്ലെങ്കിൽ ഗൂഗിൾ സെർച്ച് ചെയ്യാം. ഇനി അതുമല്ലെങ്കിൽ യൂട്യൂബിൽ സെർച്ച് ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് ഏതെങ്കിലും ഒരു കാര്യമോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ സോഴ്സുകൾ ഉപയോഗിച്ചിട്ട് ബേസിക് ഉറപ്പിച്ചതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക? നിങ്ങൾ ആ ചാപ്റ്ററിലേക്ക് കയറുക. അതിനു മുമ്പേ എന്ത് ചെയ്യണം? നിങ്ങൾ പുതിയ ചാപ്റ്റർ ഒക്കെ തുടങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ തുടങ്ങാൻ പോകുന്നതിൻ്റെ ഒരു 2 ദിവസം മുമ്പെയെങ്കിലും അതിൻ്റെ കൃത്യമായിട്ടുള്ള ബേസിക് നിങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞാൽ തുടക്കം അടിപൊളിയായി. ഇനി രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം: മേക്ക് എ ഓർഗനൈസ്ഡ് നോട്ട്സ്. നമ്മൾ കൃത്യമായിട്ട് ബേസിക്കും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ചാപ്റ്റേഴ്സുകൾ പഠിക്കാൻ തുടങ്ങി. അപ്പോൾ ടീച്ചർ നോട്ട്സ് തരും, ചിലപ്പോൾ നമ്മളോട് സ്വയം എഴുതാൻ പറയും. എന്തായാലും ശരി, അത് കൃത്യമായിട്ട് ഓർഗനൈസ്ഡ് ആക്കി വെക്കുക എന്നുള്ളതാണ്. ഓർഗനൈസ്ഡ് ആക്കുക എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായിട്ട് സജ്ജീകരിക്കുക, അറേഞ്ച് ചെയ്യുക. അതാ നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്നുണ്ടാവും, വളരെ ഭംഗിയായിട്ട് കൃത്യമായിട്ട് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്, കൃത്യമായിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്, വ്യത്യസ്തമായ കളറുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ പിക്ചോറിയൽ ഗ്രാഫിക്സ്, അല്ലെ, ചിത്രങ്ങളിലൂടെ അത് കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരു നോട്ടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? പഠിക്കാൻ അങ്ങോട്ട് തോന്നും. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. മാത്രമല്ല, നമ്മൾ പരീക്ഷാ തലേന്നൊക്കെ വളരെ കോൺഫിഡൻറ്റോട് കൂടി ചുരുങ്ങിയ സമയം കൊണ്ട് മുഴുവൻ കാര്യങ്ങളും ഓർത്തെടുക്കാൻ കഴിയും എന്നുള്ളതാണ് ഈ ഓർഗനൈസ്ഡ് നോട്ട്സ് കൊണ്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം. അതുകൊണ്ട് തന്നെ നമ്മളെ നോട്ട്സ് എഴുതുന്ന രീതികളൊക്കെ ഒന്ന് മാറ്റുക. കുറച്ചുകൂടിയും ഒന്ന് നമ്മൾ ഓർഗനൈസ് ആയിട്ട് അതിനെ എഴുതാൻ ശ്രമിക്കുക. അത് ഈ ഒരു രൂപത്തിൽ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചിത്രം കൊടുത്തിരിക്കുന്നത്. നല്ല ഓർഗനൈസ്ഡ് ആയിട്ടുള്ള നോട്ട്സുകൾ തയ്യാറാക്കുക. അടുത്തതായിട്ട് റിമെമ്പർ ദ റിയാക്ഷൻസ് ബൈ റൈറ്റിംഗ്. അല്ലെ, അപ്പൊ കെമിസ്ട്രിയെ മറ്റു സബ്ജക്റ്റുകളിൽ നിന്ന് വേർതിരിച്ച് നിർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കെമിക്കൽ റിയാക്ഷൻസ് എന്ന് പറയുന്നത്. അല്ലെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരുപാട് രാസപ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗം ഉണ്ടാവും. അപ്പൊ രാസപ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷൻ നമുക്ക് ഒരുപാടെണ്ണം കെമിസ്ട്രിയിൽ പഠിക്കാനുണ്ട്. അത് എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ളത് പലർക്കും ഇപ്പോഴും അറിയില്ല. അതിനുവേണ്ടി മക്കൾ എന്ത് ചെയ്യണം? നോട്ട് ബുക്ക് എടുക്കുക. നോട്ട് ബുക്കിന്റെ അവസാനത്തെ ഒരു 2, 3, 4 പേജുകൾ കെമിക്കൽ റിയാക്ഷൻസിനായിട്ട് ഒഴിച്ചു വിടുക. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ചാപ്റ്റർ 1 ഏതൊക്കെ കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ട് എന്ന് കൃത്യമായിട്ട് എഴുതുക. ചാപ്റ്റർ 2 ഏതൊക്കെ കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ട് എഴുതുക. അങ്ങനെ അവസാനത്തെ 2, 3 പേജുകളിൽ നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യാം? ഈ കെമിക്കൽ റിയാക്ഷൻസ് അഥവാ രാസപ്രവർത്തനങ്ങളെ അറേഞ്ച് ചെയ്യാം. ഇത് നമ്മൾക്ക് സാധാരണ പരീക്ഷാ സമയത്ത് എന്ത് ചെയ്യും? നമ്മൾ ടെക്സ്റ്റ് ബുക്ക് മൊത്തം അരിച്ച് പെറുക്കി എവിടെ നിന്നൊക്കെയാണോ കെമിക്കൽ റിയാക്ഷൻ അങ്ങനെ പഠിച്ച് എടുക്കുകയാണ് ചെയ്യുക. അതിന് കൂടുതൽ സമയം വേണം. ഈ സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ച് സമയം, ഒരു 1/2 മണിക്കൂറിൽ കുറവ് മതി, നമുക്ക് ആ ചാപ്റ്ററിലെ മുഴുവൻ കെമിക്കൽ റിയാക്ഷൻസുകളും നമ്മൾ എന്ത് ചെയ്യുന്നു? ഒറ്റയടിക്ക് നമ്മൾ പഠിക്കുന്നു. വീണ്ടും ഞാൻ ഓർമ്മിക്കുകയാണ്, കെമിക്കൽ റിയാക്ഷൻസ്, ഇനി വരാൻ പോകുന്ന കെമിക്കൽ റിയാക്ഷൻസ്, രാസപ്രവർത്തനങ്ങൾ മക്കൾ എന്ത് ചെയ്യണം? എഴുതി തന്നെ പഠിക്കുക, വായിച്ചു പഠിക്കരുത്. ഓക്കെ, നെക്സ്റ്റ്, കണക്ട് ദ കെമിസ്ട്രി വിത്ത് റിയൽ ലൈഫ് ആപ്ലിക്കേഷൻസ്. അല്ലെ, ഒരു 100% കാര്യങ്ങളും കെമിസ്ട്രി പഠിക്കുന്ന 100% കാര്യങ്ങളും നമ്മുടെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത് ഓർത്തെടുക്കാൻ നമ്മളിപ്പോൾ ഏത് ചാപ്റ്റർ പഠിക്കുന്നു അത് നമ്മളുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മളെ എങ്ങനെ ബാധിക്കുന്നു എന്ന് കൃത്യമായിട്ട് നിങ്ങൾ അനലൈസ് ചെയ്യുക.
കേട്ടോ. ഏത് കാര്യം പഠിക്കുമ്പോഴും ഇപ്പൊ ഫ്ലൂറിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അല്ലെ, ഫ്ലൂറിൻ എന്ന് പറഞ്ഞിരിക്കുന്ന സാധനം നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും. അപ്പോൾ ഫ്ലൂറിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അതിന്റെ പ്രത്യേകതകളൊക്കെ പഠിക്കുമ്പോൾ ഫ്ലൂറിൻ നമ്മുടെ നിത്യജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അല്ലെ. നമ്മളിപ്പോൾ ടൂത്ത് പേസ്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഫ്ലൂറൈഡ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ലൈഫുമായിട്ട് എന്ത് ചെയ്യുക, ഇതിനെ കണക്ട് ചെയ്യുക. അത് ഓൾറെഡി പുസ്തകത്തിൽ തന്നെ അത് പ്രസ്താവിച്ചിട്ടുണ്ടാവും. അത് കൃത്യമായിട്ട് നിങ്ങൾ റിയൽ ലൈഫുമായിട്ട് കണക്ട് ചെയ്യുന്ന ഭാഗങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക കേട്ടോ. അത് നമുക്ക് എന്ത് ചെയ്യണം, വീണ്ടും അത് പരീക്ഷാ പേപ്പറിലേക്ക് അത് പകർത്താൻ കൂടുതൽ ഉപകാരപ്പെടും. ലാസ്റ്റ് വൺ, ബി എ സയന്റിസ്റ്റ് അല്ലെ. ഇത് ശരിക്കും ഒരു മനഃശാസ്ത്രപരമായിട്ടുള്ള ഒരു സമീപനം കൂടിയാണ്. നമ്മൾ സ്വയം ഒരു ശാസ്ത്രജ്ഞരായിട്ട് മാറുക അല്ലെ, സ്വയം ഒരു ശാസ്ത്രജ്ഞരായിട്ട് മാറുക. എന്തിനു വേണ്ടിയിട്ടാ? അതായത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കാണുന്ന കാര്യങ്ങളെ ഒബ്സർവ് ചെയ്യാനും അത് കൃത്യമായിട്ട് പഠിക്കാനും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും ഒക്കെ നമ്മളെ ഉള്ളിൽ പുതിയ ഒരു എനർജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത്തരത്തിലുള്ള ഒരു മനോഭാവം നന്നാവും. ബി എ സയന്റിസ്റ്റ്. എല്ലാവരും 2-3 വട്ടം പറയാ, ബി എ സയന്റിസ്റ്റ്, ബി എ സയന്റിസ്റ്റ്, ബി എ സയന്റിസ്റ്റ്. ഓക്കെ. അപ്പൊ അങ്ങനെ ഒരു മനോഭാവം നമ്മളിൽ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ മുഴുവൻ കാര്യങ്ങളും പഠിക്കാനുള്ള ഒരു ഊർജം, ഒരു എനർജി നമ്മളിൽ ഉള്ളിലൂടെ അറിയാതെ കടന്നു വരും. ഓക്കെ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ കൂട്ടുകാരന്മാർക്കും അതേപോലെ തന്നെ കൂട്ടുകാർക്കും ഒക്കെ ഷെയർ ചെയ്യുക. മാത്രമല്ല ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മാത്രമല്ല ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോ ഇനിയും വരുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം. ഗുഡ് ബൈ.